ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇന്ന് കുറച്ച് ബിസിയുള്ള ദിവസമായിരുന്നു, അപ്പോൾ എനിക്ക് ഒരുപാട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. രാവിലെ 6 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഗേറ്റൊക്കെ ഒന്ന് തുറക്കാൻ വേണ്ടി പോയതാണ്. അപ്പോൾ അതിനുശേഷം അടുക്കളയിൽ വന്നിട്ട് ചായക്കുള്ള വെള്ളമൊക്കെ ഒന്ന് തിളപ്പിച്ച് അതിലേക്ക് പഞ്ചസാരയും ചായപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടിയൊക്കെ ഇട്ടിട്ട് ചായ ഉണ്ടാക്കുകയാണ്. എന്നും ഒരേ ശീലമൊന്നുമല്ല കേട്ടോ. ചില ദിവസം കട്ടൻ ചായ കുടിക്കും, അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഇട്ടിട്ട് ചായ ഉണ്ടാക്കും, അല്ലെങ്കിൽ പാൽ വെച്ചിട്ട് ചായ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ പല ദിവസവും പല പോലെ കേട്ടോ. അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ചോറുണ്ടാക്കാനുള്ള വെള്ളം വിറകടുപ്പിൽ വെക്കണം കേട്ടോ. അടുപ്പൊക്കെ കത്തിച്ചിട്ട് അതിന് ശേഷം ഞാനിതാ ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നതാണ്. ഇന്ന് ഞാൻ ചായക്ക് നീർദോശയും അതുപോലെ ചെറുപയർ കറി ഉണ്ടാക്കാമെന്നാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ കറി ഉണ്ടാക്കുകയാണ്. ചെറുപയർ തലേ ദിവസം രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്കൊരു വലിയ ഉള്ളി അതുപോലെ തന്നെ പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളം കൂടെ ഒഴിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി വേറെ മസാലകളൊന്നും ചേർക്കണില്ല. ഇനി ഇത് വെന്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് റെഡിയാക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനിയാണ് കേട്ടോ ഞാൻ നീർദോശ ഉണ്ടാക്കാൻ പോകുന്നത്. സത്യത്തിൽ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് നീർദോശ എന്നല്ല കേട്ടോ, ദോശ എന്നാണ് പറയാറുള്ളത്. പിന്നെ ഈ കാണുന്നവർക്ക് ചിലപ്പം ഇതാണോ ദോശ എന്ന് തോന്നിപ്പോവും. അപ്പോൾ അത് കാരണം കേട്ടോ ഞാൻ നീർദോശയാണെന്ന് പറഞ്ഞത്. ഓരോരോ നാട്ടിലും ഇതിന് ഓരോ പേരാന്നാണ് കേട്ടോ തോന്നുന്നത്. ദോശ, വെള്ളപ്പം, നീർദോശ, അപ്പം അങ്ങനെയൊക്കെ പറയും തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ നാട്ടിൽ എന്താണ് ഇതിന് പറയാന്നുള്ളത് കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. മലപ്പുറം ജില്ലയിൽ അധികം വീട്ടിലും ഈ ഒരു ദോശ തന്നെ ആയിരിക്കും കേട്ടോ രാവിലെ ഉണ്ടാക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാണിത്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചിക്കൻ കറി, മീൻ കറിയും ഒക്കെ പറ്റും. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ പറ്റും. അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവും ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദോശ ചുടൽ ഇവിടെ കഴിയാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറിനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്കുള്ള അരി ഒന്ന് കഴുകിയിട്ട് ഇടുകയാണ്. അപ്പോൾ ഞാൻ അരി കഴുകുമ്പോൾ 2-3 പ്രാവശ്യം കഴുകിയതിന് ശേഷം പിന്നെ തിളച്ച വെള്ളത്തിൽ ഒന്നും കൂടെ കഴുകി എടുക്കും കേട്ടോ. ഇപ്പോൾ ചെറുപയറൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ഇതിലേക്കുള്ള തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചെറിയ തേങ്ങയുടെ മുഴുവൻ പാലും എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല കട്ടിയും ഒക്കെ ഉണ്ടാവും ചെയ്യും. എന്നാൽ തേങ്ങ അരച്ച പോലുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കറി ഒന്ന് തൂമിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ആ ഒരു ചട്ടിയിൽ തന്നെ ഞാൻ കുറച്ച് മുട്ട മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വിറക് കത്തിച്ചപ്പോൾ ചെറിയ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ വെള്ളം ഏതായാലും തിളച്ച് വരികയല്ലേ, അപ്പോൾ പിന്നെ അതിൽ കടന്ന് വെന്തോട്ടെ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് മുളക് പൊടി അതുപോലെ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള ഒരു മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കും കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. അത് പൊട്ടിത്തെറിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. അപ്പോൾ ഞാൻ അധിക ദിവസം ഇങ്ങനെയുള്ള കറിയൊക്കെ ആകുമ്പോൾ ഇതുപോലെ മുട്ട മസാല ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഇതിൽ അതിനെക്കുറിച്ചൊന്നും പറയാത്തത്. ചെറുപയർ കറി വെന്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതുപോലുള്ളൊരു മൺപാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ ചെറിയ മൺപാത്രങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ച് വെക്കും കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ടേബിളിൽ വെക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് അടുപ്പിലൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ. അടുപ്പിൽ വെച്ചാൽ അതിൽ ഇറങ്ങി പോവുക ചെയ്യുക, അത്രക്കും ചെറുതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അടുപ്പിലൊന്നും വെക്കാതെ കറി ആയതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ടേബിളിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷമാണ് ഞാനും സെക്യൂരിറ്റിക്കും ചായ അടിക്കുന്നത്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല കേട്ടോ. കാരണം എനിക്കൊന്ന് റിലേഷനിൽ പോകാനുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കൂടെ പഠിച്ചിരുന്നൊരു ഫ്രണ്ടിനെ കാണാൻ പോകാനുണ്ട്. രണ്ടും ഏകദേശം ഒരു ഭാഗത്താണ് കേട്ടോ. അപ്പോൾ ഞാൻ
ഒരു പോക്കിൽ തന്നെ രണ്ടും തീർക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായ കുടിച്ചതിന് ശേഷം പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ആ ഒരു കാര്യമാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് കുളിക്കുകയാണ് കേട്ടോ ചെയ്തത്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 11 മണിയൊക്കെ ആയപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ പുതിയ വ്യൂവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്തൊരു ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.